നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 13-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ചയും ഷഷ്ടി തിഥിയും ചേർന്ന ദിവസമാണെന്ന്. ഇന്ന് 11:40 വരെ, പകൽ 11:40 വരെ ചോതി നക്ഷത്രവും ശേഷം വിശാഖ നക്ഷത്രവുമാണ് ഇന്നത്തെ ദിവസത്തിലെ നക്ഷത്രസ്ഥിതി. നക്ഷത്രസ്ഥിതിയിലെ വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണ്. പൊതുവിൽ നല്ല കടുത്ത വാശിയും വൈരാഗ്യവും മനസ്സിൽ വയ്ക്കുന്നതായ ഒരു നക്ഷത്രമാണ്. കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്കൊപ്പം വേണ്ടും വിധത്തിൽ നിൽക്കുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും സൗഹൃദമാണെങ്കിൽ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ മനസ്സിൽ ദേഷ്യം വന്നാൽ, വാശിയായാൽ തിരിച്ച് എന്ത് പ്രതികാരം ചെയ്യത്തക്ക രീതിയിലുള്ളതായ കടുത്ത മനസ്ഥിതിയുള്ളതായ ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഒരു വശത്ത് നല്ലതാണെങ്കിലും മറുവശത്ത് ഈ പറഞ്ഞതുപോലുള്ളതായ വൈരാഗ്യബുദ്ധിയുള്ള നക്ഷത്രമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും കൂടെ നിർത്താനും വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടെ നിർത്താനും ഒക്കെ കൊള്ളാവുന്നതും നല്ല വിശ്വസ്തനായ ഒരു സുഹൃത്തായിട്ട് കൂടെ കൊണ്ടുപോകാനും ഒക്കെ കൊള്ളാവുന്ന നക്ഷത്രമാണ്. പക്ഷേ ഈ രീതിയിലുണ്ട്. തനിക്ക് ഇഷ്ടമല്ലാത്തതോ മനസ്സിൽ ദേഷ്യമോ വാശിയോ വരുന്ന വിധത്തിലുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കാത്ത എന്ന് പറയുന്ന പോലത്തെ ഒരു നക്ഷത്രസ്ഥിതിയാണ്. ഇന്നത്തെ ദിവസം തിരുവോണത്തിലേക്ക്, അതായത് നമ്മൾ ചിങ്ങമാസത്തിലെ ഓണത്തിലേക്ക് പോകുന്ന ഓണത്തിനകത്തുള്ള നക്ഷത്രസ്ഥിതിയിൽ ചോതി വിശാഖ നക്ഷത്രത്തിൽ വന്ന് നിൽക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശാഖ നക്ഷത്രത്തിന് ഈ മാസത്തെങ്കിൽ പൊതുവിൽ കാര്യമായ ദോഷങ്ങളൊന്നുമുള്ള ഒരു നക്ഷത്രസ്ഥിതിയല്ല. കണ്ടകശനി പോലുള്ളതായ ദോഷങ്ങളില്ല, മറ്റു വിധത്തിലുള്ള അനർത്ഥമില്ല. എന്നാൽ 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ കാലഘട്ടങ്ങളിൽ രോഗാരിഷ്ടതകൾക്ക് കാരണങ്ങൾ വരിക, അപകടസന്ധികൾ ഉണ്ടാക്കുക, അനർത്ഥങ്ങൾക്ക് കാരണങ്ങൾ വരിക, നല്ല സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണങ്ങാനിട വരുത്തുക, കാരണങ്ങൾ കൂടാതെ വാക്കുകൾ നിമിത്തമായ വൈരാഗ്യ വിരോധങ്ങൾ വന്നു ചേർന്നിട്ട് അത് മനോദുഃഖങ്ങൾക്ക് ഇടവരുത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഈ കാലയളവിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ശിവന് മൃത്യുഞ്ജയ പൂജാദികൾ നടത്തി പ്രാർത്ഥനകൾ ചെയ്യുകയും ചെയ്താൽ നന്നായിരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.